ഹലോ, ഇത് ലാലേട്ടൻ്റെ വൈറലായിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടൊന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് ഐറ്റാമെന്ന് അറിയാം. എങ്കിൽ കൂടി ഞാൻ അറിയാത്തവർക്കായിട്ട് ഉള്ളൊരു ലോങ് വീഡിയോ ആയിട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ നേന്ത്രപ്പഴം വെച്ചാണ് ചെയ്യുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ നേന്ത്രപ്പഴം കിട്ടാനില്ല, പക്ഷേ എനിക്ക് ഷംലു കൊണ്ട് തന്നപ്പോൾ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയ ഐറ്റാണ്. മസ്റ്റ് ട്രൈ ആയിട്ടാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതുപോലെ നിങ്ങൾ നേന്ത്രപ്പഴം അരിഞ്ഞെടുക്കുക. എങ്ങനെ വേണമെങ്കിലും സ്ലൈസ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ എനിക്ക് ഇങ്ങനെ എടുത്തുന്നുള്ളൂ. പിന്നെ ഒരു പാൻ വെച്ച് ചൂടാക്കി അതിന് ശേഷം അതിനകത്തോട്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് ചൂടായതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ച എന്താ പറയുക പഴം കൂടി അതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് ചെറു തീയിൽ വേണം കേട്ടോ. ചെറു തീയിൽ, വലിയ പെട്ടെന്നൊന്നും ചെയ്യാൻ നിൽക്കണ്ട. ചെറു തീയിൽ ഇട്ട് അപ്പുറവും ഇപ്പുറവും മറച്ചിട്ടിട്ട് വേവിക്കാം. വേവിച്ച് ഒരു യെല്ലോയിഷ് കളർ, ഒരു ചെറുതായിട്ടൊരു ബ്രൗണൊക്കെ ആയി തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് വെച്ചാൽ ശർക്കര പാനിയും പിന്നെ തേങ്ങയും പിന്നെ എന്താ പറയുക കുറച്ച് ഏലക്കാപ്പൊടിയും മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ദാണ്ട് ഈ നേന്ത്രപ്പഴമൊക്കെ ഒന്ന് വെന്തതായി ഈ പരുവത്തിലായിട്ടുണ്ട് കേട്ടോ. എൻ്റെ ചെറുത് കുറച്ചൊക്കെ ആയിട്ട് അവിടെ ഇവിടെയൊക്കെ കരിഞ്ഞിട്ടുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റി ഉണ്ടാവും. ഇതിന് ശേഷം നമ്മൾ ഇതിലോട്ട് തേങ്ങ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഇളക്കി അപ്പുറമൊക്കെ ആക്കി തേങ്ങ നല്ലോണം ആ നെയ്യിൽ ആവത്തക്ക വിധത്തിൽ നന്നായി ഇളക്കിയെടുക്കുന്നു. അതിന് ശേഷം നമ്മൾ ഇതിലോട്ട് ശർക്കര ആദ്യമേ ഉരുക്കി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് ഒഴിച്ചാൽ മതി കേട്ടോ. ഒത്തിരി ഒഴിച്ച് കഴിഞ്ഞാൽ ഭയങ്കര മധുരമാവും. അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക മധുരം വേണമെന്നുള്ള രീതിക്ക് നിങ്ങൾ ഒഴിക്കും. പക്ഷേ ഈ പഴവും തേങ്ങയും എല്ലാം കൂടി നല്ല മധുരമാണ്. അപ്പോൾ കുറച്ച് ഒഴിച്ചിട്ട് അത് നല്ലപോലെ വറ്റിച്ച് പഴവും തേങ്ങയിലൊക്കെ എന്താ പറയുക ശർക്കര പിടിക്കുന്ന വരെ ഇളക്കി വറ്റിച്ചെടുക്കുക. വറ്റിച്ച് കഴിയുമ്പോൾ ഇതൊരു ഡ്രൈ പരുവായിട്ട് കിട്ടും. ഈ ഡ്രൈ ആയി കഴിയുമ്പോൾ നമുക്കിത് തീ ഓഫ് ചെയ്തിട്ട് എന്താ പറയുക നമ്മുടെ പ്ലേറ്റിലോട്ട് മാറ്റാം. ഇതിന് മുന്നേ നമ്മളൊരു ഇതും കൂടി ചേർക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഏലക്കാപ്പൊടി പൊടിച്ചിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോഴിതിൻ്റെ മണവും ഈ തേങ്ങയുടെയും ഈ നെയ്യിൻ്റെയും ശർക്കരയുടെ ഒക്കെ കൂടി ഒരുമിച്ച് അങ്ങോട്ട് വരും. അതിനുശേഷം നമ്മളൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റുക. ഇപ്പം നല്ല മണമാണ് ഇത് മാറ്റുമ്പോൾ. എനിക്കങ്ങ് വായിൽ വെള്ളം വന്നിട്ട് വയ്യായിരുന്നു. എന്ന് വെച്ചാൽ തേനൂർന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളൂ, അതുപോലെയാണ്. എന്നിട്ട് അതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഐസ്ക്രീം ഇട്ട് കൊടുത്തിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. ഐസ്ക്രീം അതിൻ്റെ മുകളിൽ വെച്ച് ഞാൻ പിന്നെ ബാക്കി ഇത്തിരി ശർക്കരയും കൂടി ഉണ്ടായിരുന്നു, ഇച്ചിരി ഡെക്കറേഷന് വേണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുത്തിട്ട് സെർവ് ചെയ്ത് ഞാൻ കഴിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു. ഇതുവരെ ഇതൊന്നും ട്രൈ ചെയ്യാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ലോങ് വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ മസ്റ്റ് ട്രൈ ആയിട്ട് ചെയ്ത് നോക്കുക. കാരണം ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ നാച്ചുറലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. പിന്നെ ഐസ്ക്രീം കൂട്ടി കഴിക്കുക എന്നുള്ളത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം, അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാം. പക്ഷേ ഐസ്ക്രീം ഉണ്ടാകുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. എങ്കിലേ ആ ഒരു റെസിപ്പിക്ക് അതിൻ്റേതായ ടേസ്റ്റ് കിട്ടുള്ളൂ. ഞാൻ ലാസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കി കേട്ടോ. ആദ്യം ഞാൻ കുറച്ചെടുത്ത് കഴിച്ചപ്പോൾ എനിക്ക് വേറൊരു ടേസ്റ്റ് തോന്നി. പിന്നെ ഐസ്ക്രീം മൊത്തത്തോടു കൂടി അങ്ങ് ചവച്ചരച്ചപ്പോൾ വേറൊരു ടേസ്റ്റ്. എന്താ പറയുക, അടിപൊളി ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്തതിന് ശേഷം അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കണേ. ബൈ.